നമസ്കാരം. കേരളത്തിലെ ഹൈന്ദവ ഗൃഹങ്ങളിൽ നിത്യാരാധനയുടെ ഭാഗമാണ് നിലവിളക്ക് കൊളുത്തൽ. എന്നാൽ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് നിലവിളക്ക്. ഏതൊരു മംഗളകർമ്മവും നിലവിളക്ക് തെളിയിച്ചാണ് ആരംഭിക്കുക. മയിൽ, ഓം തുടങ്ങിയ ചിത്രപ്പണികളോടുകൂടിയവ, ഒറ്റത്തിരിയിടുന്ന ലക്ഷ്മി വിളക്കുകൾ, വിവിധ തരത്തിലുള്ള വിളക്കുകൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമാണ്. എന്നാൽ കൊത്തുപണികളോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത പരമ്പരാഗത രീതിയിലുള്ള അഗ്രം കൂമ്പിയ നിലവിളക്കുകളാണ് ഉത്തമമായി പറയപ്പെടുന്നത്. പൂജാവേളകളിൽ തെളിയിക്കേണ്ടത് അഗ്രം കൂമ്പിയ ഒരു വിധത്തിലുള്ള കൊത്തുപണികളും ഇല്ലാത്ത വിളക്കുകളാണ്. മറ്റുള്ളവയൊക്കെ അലങ്കാരത്തിന് മാത്രമായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിത്യേന രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന പതിവ് കേരളത്തിലെ എല്ലാ ഹിന്ദു ഗൃഹങ്ങളിലുമുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ വന്ന മാറ്റം നിലവിളക്ക് എപ്രകാരം കത്തിക്കണം, എങ്ങനെ കത്തിക്കണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് വേണം കരുതാൻ. ഐശ്വര്യവും അഭിവൃദ്ധിയും ഊർജവും എല്ലാവരിലേക്കുമായി എത്തിക്കുന്ന നിലവിളക്കിൻ്റെ തത്വം ഇപ്പോഴും ആർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയുള്ള വിളക്കാണ് ഉപയോഗിക്കേണ്ടത്? പരമ്പരാഗത രീതിയിലുള്ള അഗ്രം കൂമ്പിയ വിളക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അവയിൽ തന്നെ ഒറ്റലോഹത്തിൽ തീർത്ത വിളക്കുകളാണെങ്കിൽ വളരെ നല്ലത്. ഒറ്റലോഹം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകാം. അതായത് ഇപ്പോൾ വാങ്ങുന്ന നിലവിളക്കുകളെല്ലാം തന്നെ പല ഭാഗങ്ങളായി അഴിച്ചു മാറ്റുവാൻ, അടർത്തി മാറ്റുവാൻ സാധിക്കുന്നവയാണ്. ഇങ്ങനെ അഴിക്കാനോ അടർത്തി മാറ്റുവാനോ സാധിക്കാത്ത നിലവിളക്കുകളെയാണ് ഒറ്റവിളക്കെന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒറ്റവിളക്കാണ് അഭികാമ്യം, അഭിലഷണീയം, ഉത്തമം. ഇനി എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടത്? രാവിലെയും വൈകുന്നേരവും ഗൃഹങ്ങളിൽ വിളക്ക് കൊളുത്താവുന്നതാണ്. ബ്രാഹ്മമുഹൂർത്തം മുതൽ ഏകദേശം രാവിലെ 8 മണി വരെയും, വൈകുന്നേരമാണെങ്കിൽ പകലിൽ നിന്ന് രാത്രിയിലേക്ക് കടക്കുന്ന സന്ധ്യാസമയവുമാണ് ഏറ്റവും ഉത്തമം. എന്നാൽ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ വിളക്ക് കൊളുത്തുന്നവർക്ക് പ്രത്യേക സമയക്രമം പാലിക്കണമെന്നില്ല, നിർബന്ധമില്ല എന്നർത്ഥം. നിലവിളക്കുകൾ സൂര്യനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണല്ലോ സൂര്യൻ. അതുകൊണ്ടാണ്. ഇനി എന്നും നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ദോഷമാണോ? എന്നും നിലവിളക്ക് കൊളുത്തുന്നത് നിർബന്ധമാണോ? നിങ്ങളുടെ ഗൃഹങ്ങളിൽ നിലവിളക്ക് നിത്യേന തെളിയിക്കണമെന്നും അല്ലെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നെല്ലാം പലരും വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണ്. ഇതിലൊന്നും തന്നെ വസ്തുതയില്ല. നിത്യമായ ഊർജവും ഐശ്വര്യവും പ്രദാനം ചെയ്യുവാൻ നിത്യവും വിളക്ക് തെളിയിക്കാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് സാധ്യമാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം, സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഗൃഹങ്ങളിൽ വിളക്ക് കൊളുത്തുവാൻ ശ്രമിക്കുക. അല്ലാത്തതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. ഐശ്വര്യം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. ഈശ്വര കടാക്ഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഐശ്വര്യം താനേ വരും. ഇനി തൂക്കുവിളക്കുകൾ കൊളുത്താമോ ഗൃഹങ്ങളിൽ? സ്ഥിരമായി പലരിൽ നിന്നും കേൾക്കാറുള്ള സംശയമാണ്. പണ്ട് കാലങ്ങളിൽ വെളിച്ചം ലഭിക്കുന്നതിനായാണ് വീടുകളിൽ തൂക്കുവിളക്ക് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇലക്ട്രിക് ബൾബുകൾ ഒട്ടും തന്നെ പ്രചാരത്തിലില്ലാത്ത സമയമായിരുന്നുവല്ലോ. എന്നാൽ ആരാധനയ്ക്കായി വീടുകളിൽ തൂക്കുവിളക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നല്ലതല്ല. ദൈവിക ആരാധനകളിൽ നിലവിളക്കാണ് ഉത്തമം. പൂജാമുറിയിലെ അലങ്കാരത്തിനായി വേണമെങ്കിൽ നിങ്ങൾക്ക് തൂക്കുവിളക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിലവിളക്കിൽ എങ്ങനെ തിരിയിടാം? എത്ര തിരി വരെ ഇടാം? വിളക്കിൽ തിരിയിടുന്നതിനെ സംബന്ധിച്ചും പല ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ഞിത്തിരി തെറുത്താണ് തിരി ഉണ്ടാക്കിയിരുന്നത് പണ്ട്. പിന്നിയ തുണികൾ അലക്കിയെടുത്ത് വൃത്തിയായി സൂക്ഷിച്ച് അത് ഉപയോഗിച്ചും മുൻകാലങ്ങളിൽ തിരി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങുന്ന തിരിയാണ് എല്ലാവരും ഉപയോഗിക്കാറ്. ഉപയോഗിച്ചുകൊണ്ട് ഒരു ദോഷവുമില്ല. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓരോ തിരി വീതം ഇട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഒറ്റത്തിരിയിട്ട് ചിലർ നിലവിളക്ക് കൊളുത്തുന്നത് കാണാറുണ്ട്. എന്നാൽ അത്
നല്ലതല്ല. ഒറ്റത്തിരി മഹാവ്യാധികൾക്ക് കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നു മുതൽ വിളക്ക് തെളിയിക്കുമ്പോൾ 2 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക. ഇനി സാധിക്കാവുന്നവർക്ക് 5 തിരിയിട്ടും നിലവിളക്ക് കത്തിക്കാവുന്നതാണ്. വളരെ ഉത്തമമാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, വടക്ക്, കിഴക്ക് എന്നീ ദിക്കുകളിലേക്കാണ് തിരിയിടേണ്ടത്. വടക്ക് കിഴക്ക് ദിക്ക് എന്ന് വിവക്ഷിച്ചത് ഈശാന കോൺ ആണ്. ഈശാന കോൺ എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ വടക്ക് കിഴക്കേ ദിക്കിലേക്ക്, ഈശാന കോണിലേക്ക് വയ്ക്കുന്ന തിരിയെ കൈലാസത്തെ സൂചിപ്പിക്കുന്ന തിരിയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നതാണ്, നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഐശ്വര്യപൂർണം. എങ്കിലും സാധാരണയായി കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് എന്ന രീതിയിൽ തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതാണ് അഭികാമ്യം. ഇനി മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്താമോ? ഭൂരിപക്ഷം ആളുകൾക്കും എപ്പോഴും തോന്നുന്ന സംശയമാണിത്. എല്ലാവരും ചോദിക്കാറുണ്ട്. നിങ്ങളൊരു പൂജാരി അല്ലെങ്കിൽ, നിങ്ങൾ പൂജകൾക്ക് നേതൃത്വം നൽകുന്നവരോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്തുന്നതിൽ തെറ്റില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൻ്റെ ഭക്ഷണ രീതിയിലുള്ള വൈവിധ്യങ്ങളിൽ ഒന്നാണിത്, സാധാരണമാണ്. അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്നതിനായി അവ ഒഴിവാക്കണമെന്ന് പറയുന്നതിൽ യുക്തിയില്ല. എന്നാൽ വിളക്ക് കൊളുത്തുന്നതിന് ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും മത്സ്യമാംസാദികൾ കഴിച്ച് ദേഹശുദ്ധി വരുത്തി വിളക്ക് കൊളുത്തുന്നതായിരിക്കും ഉചിതം. ഇനി പലരും 3 തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് കാണാറുണ്ട്. ഇത് ദോഷമാണോ? 2 തിരിയിട്ട് വിളക്ക് വയ്ക്കുന്നത് മഹത്തരവും 3 തിരി ദോഷവുമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചിലർ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സങ്കല്പത്തിൽ 3 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം കാണുന്നു. ചില തറവാടുകളിൽ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതായി കാണാറുണ്ട്. പക്ഷേ നിലവിളക്ക് യഥാവിധി തെളിയിച്ചതിന് ശേഷമായിരിക്കും 3 തിരിയിട്ട വിളക്ക് തെളിയിക്കുക. നാഗവിളക്ക് എന്ന രീതിയിൽ ചില കാവുകളിലും മറ്റും ഈ സമ്പ്രദായം കാണുന്നു. സാധാരണയായി നെയ്യ്, എണ്ണ, വെളിച്ചെണ്ണ എന്നിവയാണ് പൊതുവെ നിലവിളക്ക് കൊളുത്തുവാനായി ഉപയോഗിക്കാറ്. ഇതിൽ നെയ്യ് ഉപയോഗിക്കുന്നതാണ് ശ്രേഷ്ഠം, ഏറ്റവും ഉത്തമം. എന്നാൽ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ഒരു ഐശ്വര്യക്കുറവ് നിങ്ങളുടെ ഗൃഹങ്ങളിൽ ഉണ്ടാവില്ല. എന്നാൽ വിളക്കെണ്ണ എന്ന രീതിയിൽ വിപണിയിൽ ലഭിക്കുന്ന വസ്തു ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. കാരണം നിലവിളക്ക് നിങ്ങളുടെ ഗൃഹങ്ങളിൽ കൊളുത്തുമ്പോഴുണ്ടാകുന്ന ഗുണഫലങ്ങളെക്കാൾ ഇരട്ടി ദോഷമാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിലവിളക്ക് കൊളുത്തിയാൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാനും വ്യാധികളിൽ നിന്ന് കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797974.
8971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.